പൊതുയോഗത്തിൽ ചോദ്യം ചോദിച്ചാൽ മറുപടി ഇങ്ങനെയെന്ന് വീട്ടിൽ പോയി ചോദിക്ക് പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ചോദ്യം ചോദിക്കാൻ അത് പത്രസമ്മേളനമായിരുന്നില്ല, പൊതുമര്യാദ പാലിച്ചില്ലെന്നും ചോദ്യം ചോദിച്ചയാൾ തെറ്റു തിരിച്ചറിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മൾ ഒരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ, അതല്ലേ അതിൻ്റെ രീതി. ജി സുധാകരനെതിരെയുള്ള ചെറ്റത്തരം പരാമർശത്തെ ന്യായീകരിച്ച് ഈ വാക്കിങ്ങനെ പറഞ്ഞ് കൂടെ പറയേണ്ടി വരുന്നത് കഷ്ടമാണ്. എന്നാൽ പോലും ചെറ്റത്തരം പരാമർശത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വാക്ക്, ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലം മാറിയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് താൻ എത്രയോ കാലമായി പറയുന്നതാണ്. നിലപാടുകളുടെ ഭാഗമായാണ് താൻ ആ പരാമർശം നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. സുധാകരനെ തെറ്റായെന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെന്താ, ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ചെറ്റകളെന്നാണ് അതിന്റെ അർത്ഥം. പാലക്കാട് LDF സ്ഥാനാർത്ഥി മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ഡീൽ എന്ന ആരോപണത്തോട് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, RSSുമായി പണ്ടേ കൂട്ടുകൂടിയവരാണ് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി, ഇപ്പോഴും ധാരണകൾ ഉണ്ടാകാം, മുൻകൂട്ടി ജാമ്യമെടുക്കലാണ് CPMനെതിരെയുള്ള കോൺഗ്രസ് ആരോപണം. ഡീലിന്റെ ഭാഗമായാണ് രാജ്യസഭാംഗത്വം രാജിവെച്ച് KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ വിജയൻ ചേർന്നു. രാഹുൽ, ഈ ചെറ്റത്തരം എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. അതൊരു കാരണം ബാക്കി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തെറുവാക്കുകൾ പോലെ ഒരു വാക്കല്ല അത് ക്ലാസിസ്റ്റും കാസ്റ്റിസ്റ്റുമായ സാധുക്കളെ വിളിക്കാൻ പണ്ട് പമ്പ്രാമ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അതുകൊണ്ട് ആ വാക്കിനോട് എനിക്ക് രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതും ഇൻട്രോയിൽ പറഞ്ഞതെല്ലാം കൂടെ കൂട്ടി മൊത്തം 7 തവണയാണ് രാഷ്ട്രീയ ചെറ്റത്തരം ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. രാഹുൽ, സിംപ്ലി കഷ്ടമാണ്. അശ്മി, എന്തായാലും മുഖ്യമന്ത്രി പറയുന്നത് ഈ ചെറ്റത്തരം എന്ന വാക്ക് എന്നാണ് അൺപാർലമെന്ററി ആയത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിനു മുമ്പും താൻ അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. 4 വോട്ടിനു വേണ്ടി ഒരിക്കലും രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന തരത്തിൽ പലപ്പോഴായിട്ട് പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണമെന്നുള്ള ആഗ്രഹം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ താൻ അങ്ങനെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയപരമായി അദ്ദേഹം കൂടുമാറിയതിന്റെ ഒരു എതിർപ്പ് ആ പ്രയോഗത്തിലൂടെ അദ്ദേഹം നടത്തി എന്നുള്ളത് മാത്രമാണ്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും വിധത്തിൽ ജി സുധാകരനെ മോശമാക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നലെ ജി സുധാകരൻ അതിൽ പ്രതികരിച്ചിരുന്നു. എന്റെ അച്ഛനും അമ്മയും ഇട്ട പേര് ചെറ്റ എന്നുള്ളതല്ല, ജി സുധാകരൻ എന്നാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണമായി വരികയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ആ ചെറ്റ എന്ന വാക്കിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പത്രസമ്മേളനത്തിലെ ഏറ്റവും കൗതുകമുണ്ടായിരുന്ന കാര്യവും അത് തന്നെയായിരുന്നു. വിചിത്രമായൊരു ന്യായീകരണം ആ വാക്കിൽ, ആ പദപ്രയോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയുകയും ചെയ്യേണ്ടത്. മറ്റൊന്ന് BJP CPM ഡീൽ ആരോപണമാണ്. അത് പ്രതിപക്ഷം കൂടുതൽ കടുപ്പിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി അതിനെ ഇപ്പോഴും ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും അങ്ങനെ ഒരു CPM BJP ഡീൽ ഇല്ല. ഉള്ളത് RSSുമായി ഡീലുള്ളത് കോൺഗ്രസിനും UDFനുമാണ്. മുൻപും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ധർമ്മടം മണ്ഡലത്തിൽ പോലും BJP CPM ഡീലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞേക്കാം. അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. നേമത്ത് എങ്ങനെയാണ് 2016 O രാജഗോപാൽ ജയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത മണ്ഡലത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി അവിടെ ഒരു ഡീൽ നടത്തിയതാണ്. തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP പാർലമെന്റ് അംഗമായി സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ്? അവിടെയും RSSുമായി കോൺഗ്രസിന് ഡീലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ വിഷയത്തിൽ കൂടുതൽ രീതിയിൽ, അതായത്
CPM-ഉം BJP-യുമായിട്ടല്ല RSS-ഉം കോൺഗ്രസുമായിട്ടാണ് ബന്ധമെന്ന് തിരിച്ചടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, കോന്നിയിലെ ഇന്നലത്തെ LDF-ന്റെ പൊതുയോഗത്തിൽ വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ്. അതിൽ അദ്ദേഹം അതും ന്യായീകരിക്കുന്നുണ്ട്. അതിനെ തിരുത്താനോ അല്ലെങ്കിൽ അത് മോശമായി പോയി എന്ന് പറയാനോ അല്ല മുഖ്യമന്ത്രി ശ്രമിച്ചത്. പൊതുയോഗത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്, അതിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതല്ല. പത്രസമ്മേളനം പോലെ പൊതുയോഗത്തെ കാണേണ്ടതില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പത്രസമ്മേളനത്തിൽ ചോദിക്കുന്ന പോലെ പൊതുയോഗത്തിൽ ചോദിക്കരുത്. ആ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എന്തായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ 24-ലൂടെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തതാണ്. കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചിട്ടും 20,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തി, ഇനി അങ്ങോട്ട് എങ്ങനെ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം നമ്മളും മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ശ്രമിച്ചു. ഇതാണ് അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതിന് ഒരു കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രി നൽകിയില്ല. അതിനപ്പുറത്തേക്ക് ഒരു പൊതുപരിപാടിയിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്, അത് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത്. ഹാഷ്മി, രാഹുൽ, ഒറ്റ കാര്യം കൂടി, നമ്മൾ ഇപ്പോൾ ഇന്നും തുടർച്ചയായ 1, 2, 3-ാം ദിവസമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന KC വേണുഗോപാലും VD സതീശനും ആവർത്തിച്ചുന്നയിക്കുന്ന പാലക്കാട് ഡീലുണ്ട്, 10 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് CPM BJP ഡീലുണ്ട് എന്ന മട്ടിലുള്ള ഒരു ഇലക്ഷൻ ചർച്ച. അതിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഇപ്പോൾ ഇനി 15 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവസാന ലാപ്പ് എന്ന് ഉറപ്പായും പറയാവുന്നതാണ്. അപ്പോൾ വീണ്ടും ആ ചർച്ചയിൽ തന്നെ കറങ്ങി നിൽക്കുകയാണ് രാഷ്ട്രീയ കേരളം. രാഹുൽ, ഹാഷ്മി, തീർച്ചയായിട്ടും അതിരൂക്ഷമായിട്ടുള്ള മറുപടികൾ CPM-ന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിലൊരു പ്രതികരണം നടത്തിയതാണ്. ഇന്നിപ്പോൾ ആ പ്രതികരണം വീണ്ടും ആവർത്തിക്കുകയാണ്. പാലക്കാട് ഒരു മുസ്ലിം നാമധാരിയെ LDF സ്ഥാനാർത്ഥിയാക്കിയതാണോ ഈ CPM BJP ഡീൽ എന്നതിന് പറയാൻ കാരണം എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കുന്നത്. അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഡീൽ ഉണ്ടായിരുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് നേരത്തെ തന്നെ കേരളത്തിന് വ്യക്തമായിട്ടുണ്ടായിരുന്നതാണ്. മാത്രമല്ല, കോലീബി സഖ്യം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം കൗതുകത്തോടെ അല്ലെങ്കിൽ തമാശ രൂപേണ പറഞ്ഞത് ഇനിയും കോൺഗ്രസും VD സതീശനും ഉൾപ്പെടെ പറയാൻ പോകുന്നത് ധർമ്മടം മണ്ഡലത്തിലും CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്നുള്ളതായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. കാലങ്ങൾക്ക് മുൻപേ RSS-ഉമായി ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. നിലവിൽ ആ ഡീൽ തുടർന്നു പോകുന്നത് UDF-ഉം കോൺഗ്രസുമാണ്. RSS-ഉമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുകയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാചകത്തിൽ കൃത്യമായിട്ടും നേമം മണ്ഡലത്തെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു 2016 O രാജഗോപാൽ അവിടെ ജയിക്കാൻ ഇടയായത്. കൃത്യമായ ഡീൽ കോൺഗ്രസുമായി അവിടെ നടത്തിയത് കൊണ്ടാണ്. B ശിവൻകുട്ടിയുടെ ശക്തമായ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് 2021 ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തൊട്ടടുത്ത മണ്ഡലം വിജയിക്കാൻ വേണ്ടി കോൺഗ്രസ് ഡീൽ നടത്തി, തൊട്ടടുത്ത മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നേമത്ത് O രാജഗോപാൽ ജയിച്ചത്. നിലവിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതേ ഡീൽ ഇവിടെ തന്നെ തുടർന്നു എന്നുള്ളതാണ് പറയുന്നത്. തൃശൂരിൽ BJP ജയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസുമായി കൃത്യമായ ഡീൽ ഉണ്ടായിരുന്നു. UDF അതിനൊപ്പം നിന്നു. അതിന്റെ പ്രതിഫലനം എന്നോളം BJP തൃശൂരിൽ വിജയിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഡീൽ ഉണ്ടായിരുന്നത് കോൺഗ്രസും BJP-യും തമ്മിലാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ആ നിലയിലെ ആളുകൾ കാണുകയുള്ളൂ. കേരളത്തിന് എല്ലാ തരത്തിലും ആരൊക്കെ തമ്മിലാണ് ഡീൽ ഉള്ളത് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് എന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. ഹാഷ്മി, ഓക്കെ, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ജമാഅത്തെ ഇസ്ലാമി ലീഗ്, ഹസൻ മീർ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നറേറ്റീവായിരുന്നു ആ ദിവസങ്ങളിൽ വലിയ ചർച്ചയായതെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ KC വേണു മുന്നോട്ട് വെച്ച ഈ ഡീൽ, ഇലക്ഷൻ ഡീൽ, CPM BJP ഡീൽ എന്നുള്ള ആ ആരോപണം പിന്നെയും ചർച്ചയാവുകയാണ്. എത്ര ദിവസം അത് ചർച്ചയാവുമെന്ന് അറിയില്ല. ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ, രാഷ്ട്രീയ വിഷയങ്ങൾ, വികസന വിഷയങ്ങളൊക്കെ ചർച്ചയാവാനുണ്ട്. അപ്പോൾ ഡീലിൽ തട്ടി മറ്റു വിഷയങ്ങളൊക്കെ എത്ര കാലം മാറി നിൽക്കുമെന്ന കാര്യം അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.